നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ വീഡിയോയ്ക്ക് ആധാരമായി പറയുന്ന വിഷയങ്ങൾ 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ശനിയാഴ്ച, 2023 ആഗസ്റ്റ് 5 ശനിയാഴ്ചത്തെ കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. ലേഖനം മറ്റൊന്നുമല്ല, മുതലപ്പൊഴിയുമായി ബന്ധപ്പെടുത്തി തിരുവനന്തപുരത്ത് വലിയ പ്രതിസന്ധികളായിരുന്നു ആ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് വന്നത്. അപ്പോഴാണ് മുതലപ്പൊഴിയെ മത്സ്യബന്ധന തുറമുഖമാക്കാം എന്നൊരു ലേഖനം ഞാൻ ചെയ്തിരുന്നു. ലേഖനം എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, ലേഖകൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ കച്ചവട സാധ്യതകൾ കണ്ടറിഞ്ഞ വിദേശ വ്യാപാരികളുടെ സംഭാവനകൾ കൂടി കൊണ്ടാണ് കേരള വികസനം പൂർണ്ണമായത്. 20 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വൈദേശികർ നമ്മുടെ തീരങ്ങളിലെത്തിയതായി സൂചനകളുണ്ട്. ആനക്കൊമ്പ്, കുരുമുളക്, ഏലക്ക, കറുവപ്പട്ട, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ വ്യാപകമായി സംസ്ഥാനത്തു നിന്നും അസീറിയ, ബാബിലോണിയ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. കൂടാതെ ഫിനീഷ്യർ, യഹൂദർ, യവനർ, റോമാക്കാർ, പേർഷ്യക്കാർ, ചീനർ, അറബികൾ എന്നിവരും കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിനുള്ള പ്രാചീന രേഖകളുണ്ട്. ഭൗമശാസ്ത്രപരമായ കാരണങ്ങളാൽ പെരുമാതുറയെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിൽ തുറമുഖവും അധിവാസ കേന്ദ്രവും ഉള്ളതായി സീനിയർ ഭൗമശാസ്ത്രജ്ഞൻ, സെൻറ്റർ ഫോർ ഏഷ്യൻ സ്റ്റഡീസിലെ സീനിയർ ഭൗമശാസ്ത്രജ്ഞനായി റിട്ടയർ ചെയ്തിരുന്ന ശ്രീ NJK നായരുടെ പഠനം രേഖപ്പെടുത്തുന്നു. ഒറ്റത്തടി വള്ളങ്ങളും 27 ഇനം ഉരുക്കുകളും കേരളത്തിൽ നിർമ്മിച്ചിരുന്നതായും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളായിരുന്ന നൗറ, ഓഫീർ, മുസരീസ്, ബക്കരെ, നെൽഗിൻഡ്യ, ബലിത, കോട്ടീറ, മുസരീസ്, കോട്ടീറ, കൊമാരി എന്നിവയെക്കുറിച്ച് ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായ നീർച്ചാലുകളും നദികളുടെയും കായലുകളുടെയും കടലിൻ്റെയും സാമീപ്യവും ഇവയെ ശക്തിപ്പെടുത്തുന്നു. അഴിമുഖങ്ങളുടെയും വ്യാപാര കേന്ദ്രങ്ങളുടെയും സമുച്ചയമായിരുന്നു നമ്മുടെ നാട്. അറേബ്യൻ കടലിനും കഠിനംകുളം കായലിനുമിടയിൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന കിഴക്ക് നികഴ്ന്ന് പൊന്തി ഉറച്ച കര പോലെ കാണുന്ന തീരസമതലവുമായി ലയിച്ചുള്ള നിലയിലാണ് പെരുമാതുറയുടെ ഭൂപ്രകൃതി. ഇവയുടെ കിഴക്ക് ഭാഗത്ത് വെള്ളക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ചേരമാൻ തുരുത്ത്, കൊട്ടാരം തുരുത്ത് എന്നിവയുണ്ടായിരുന്നു. നിലവിൽ ഇടച്ചാലുകൾ പലതും നികന്ന് പടിഞ്ഞാറുള്ള കരഭാഗമായി ഒട്ടിച്ചേർന്ന് കിടക്കുന്നു. പെരുമാതുറയുടെ കിഴക്കതിരായ കിടക്കുന്ന കഠിനംകുളം കായലും അമിതമായ നികത്തലിന് വിധേയമായി തികച്ചും ശോഷിച്ച നിലയിലാണുള്ളത്. പഴയകാല ഭൂപടങ്ങളനുസരിച്ച് ഇന്ന് കരയായി കിടക്കുന്നതിൻ്റെ ഭൂവിഭാഗവും ജലാർദ്രമായിരുന്നു. പെരുമാതുറയുടെ വടക്ക് അരികിലായി സ്ഥിതി ചെയ്യുന്ന നിലവിലെ മുതലപ്പൊഴിയും ബന്ധപ്പെട്ട മണൽത്തിട്ടകളും ഈ ഭൂമാന ചിത്രങ്ങളിലില്ല. എന്നാൽ കഠിനംകുളം കായലിന് കടലുമായി നിത്യസമ്പർക്കത്തിനുള്ള അഴിമുഖമുണ്ടായിരുന്നതായും കാണുന്നുണ്ട്. ആഴവും പരപ്പുമുള്ള ഒരു ജലസന്ധിയാണ് ഈ ഭാഗത്ത് ദൃശ്യമാകുന്നത്. അഴിമുഖത്തു നിന്നും കിഴക്കോട്ട് മാറുമ്പോൾ കായൽ തുല്യ വലിപ്പത്തിലുള്ള 2 ശാഖകളായി ഇടത്തോട്ടും വലത്തോട്ടും പിരിയുന്നുണ്ട്. നിരവധി തുരുത്തുകൾ ഈ ഭാഗങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ചേരമൻ, കൊട്ടാരം എന്നിവ പ്രധാനപ്പെട്ടയായിരുന്നു. ഇതെല്ലാം ശ്രീ NJK നായർ അവരുടെ പഠനത്തിൽ നിന്നുകൂടി എടുത്തിട്ടുള്ള വിവരങ്ങളാണ്. കായലിൻ്റെ വലതുശാഖ തെക്ക് കണിയാപുരം വരെ, ഇടതുശാഖ കോഴിത്തോടും 5 തെങ്ങ് കായലുകൾ വരെയും വ്യാപിച്ചു കിടക്കുന്നു. വാമനപുരം നദിയുടെ പതനസ്ഥാനത്ത് കായലുകളിലേക്ക് നദിയിലെ അടിയൊഴുക്കിൻ്റെ സ്വാധീനവും പ്രധാനമാണ്. തെക്ക് വടക്കൻ ജലപ്രവാഹങ്ങളും തിരശ്ചീന ദിശയിലുള്ള കടലൊഴുക്കും നദിയിലെ അടിയൊഴുക്കും കൂടി ചേർന്ന് വലിയ ചുഴികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വേലിയേറ്റങ്ങളുടെ സഹായത്തോടെ ആറ്റിങ്ങലിന് സമീപം വരെ സുഗമമായ ജലസഞ്ചാരവും സാധ്യമായിരുന്നു. കായലിൻ്റെ വലത്തെ ശാഖയിലെ മാമമാറും ഗതാഗത യോഗ്യമായിരുന്നു. അഴിമുഖത്തിൻ്റെ വലത് പാർശ്വത്തിൽ കൊട്ടാരം തുരുത്തിനാൽ സംരക്ഷിക്കപ്പെട്ട അഗാധവും വിസ്തൃതവുമായ ഒരു ജലസമുച്ചയവും നിലവിലുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ ഏത് വലിയ കപ്പലിനും ശക്തമായ കാറ്റിൽ നിന്ന് ഒഴിഞ്ഞ് സുരക്ഷിതമായി നങ്കൂരമിടാൻ ഇവയെല്ലാം സഹായിച്ചിരുന്നു. എത്ര മനോഹരമായൊരു കേരളമായിരുന്നു ആലോചിക്കുക. സമീപത്തുള്ള തുരുത്തുകളിൽ കടുപ്പമേറിയ ശിലാസ്തംഭങ്ങൾ ഉണ്ടായിരുന്നു. കഠിനംകുളം കായലിൻ്റെ അഴിമുഖത്തും തുറമുഖ സൗകര്യം നിലവിലുണ്ടായിരുന്നു. കഠിനംകുളം കായലിൻ്റെ നൈസർഗിക സൗകര്യത്താൽ നല്ല അഴിമുഖവും വ്യാപാര കേന്ദ്രവും തുറമുഖവുമായി വർദ്ധിച്ചിരുന്നതായി കാണാവുന്നതാണ്. പണ്ടികശാലകളും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അറബികൾക്കും ചീനകൾക്കും വ്യാപാര സൗകര്യം ഒരുക്കിയിരുന്നതിൽ പെരുവായ്ത്തുറയ്ക്ക് വലിയ പങ്കുണ്ട്. പെരുവായ്ത്തുറ, നല്ല വായുള്ള തുറ, പെരുവായ്ത്തുറയാണ് പെരുമാതുറയായി മാറിയത് എന്ന പേര് ലോപിച്ച് പെരുമാതുറയായി മാറിയിരിക്കാമെന്നും NJK നായർ സൂചിപ്പിക്കുന്നു. സഞ്ചാര സാഹിത്യത്തിൽ പറഞ്ഞിട്ടുള്ള
ബാലിയും ബലിത ഇവിടെയാണെന്ന് തർപ്പിച്ച് പറയാനാകില്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയും കണക്കാക്കാവുന്നതാണ്. AD 1350 കാലഘട്ടത്തിലുണ്ടായ വ്യാപകമായ കടലേറ്റത്തിൽ പെരുമാതുറയിലെ തുറമുഖ സൗകര്യങ്ങൾക്കും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും കനത്ത രീതിയിൽ നാശമാണ് ഉണ്ടായത്. തിരമാലകളുടെ പ്രവർത്തനം തുടർക്കാലങ്ങളിൽ താരതമ്യേന തീവ്രത കുറഞ്ഞിരുന്നെങ്കിലും അഴിമുഖം മൂടിപ്പോകുന്നതിനും ഇന്നത്തെ രീതിയിൽ പൊഴിയിടുന്നതിനും കാരണമായി. പ്രകൃതി ദുരന്തങ്ങളുടെ അതിജീവിച്ചിരുന്ന ജനതയാണ് പെരുമാതുറയിൽ ഉണ്ടായിരുന്നത്. AD 1 മുതൽ 3 വരെ നൂറ്റാണ്ടുകളിൽ റോമക്കാരും 3-ാം ശതകത്തിൽ പേർഷ്യക്കാരും അറബികളും കേരളത്തിലെത്തിയിരുന്നു. ചീനവല, ചീനച്ചട്ടി, ചീനഭരണി, ചീനപ്പട്ട് എന്നിവ ആ കാലങ്ങളിൽ വ്യാപകമായിരുന്നു. അതിനാൽ ചീനക്കാരുടെ വരവും പ്രധാനമായിരുന്നു. കൊല്ലത്തിനും ഇന്നത്തെ കന്യാകുമാരിക്കും പഴയ കൊമരി ഇടയിൽ വിദേശികൾ വ്യാപാരത്തിനും കപ്പലുൾപ്പെടെ അടുപ്പിക്കുന്നതിനും പെരുമാതുറ പോലുള്ള ചെറിയ തുറമുഖ പ്രദേശങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മനോഹരമായും സുന്ദരവും ആനന്ദകരവുമായിരുന്ന വാർത്തകളാണിതൊക്കെ. വിഴിഞ്ഞം മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള കടലോരത്തെയും കായലുകളെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വിശദമായ പഠനത്തിന് കൂടി അഴിമുഖവും മത്സ്യബന്ധന തുറമുഖവും വികസിപ്പിക്കുന്ന സാധ്യത ആരായുന്നതിന് തെക്കൻ തീരമേഖത്തിൻ്റെ മേഖലകളിലെ പരിസ്ഥിതികവും തൊഴിൽപരവും സാമ്പത്തികവും നിരവധി പരിഹാരമുണ്ടാക്കാനും ഭൂമിശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പുലിമുട്ടുകൾക്കും ഡ്രഡ്ജിങ്ങും അപ്പുറം വിശാലമായ ഒരു തുറമുഖ മത്സ്യബന്ധന തുറമുഖ സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതാണ് ഗവൺമെൻറ് പരിശോധിച്ച് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരവും സാംസ്കാരികപരമായ ഒരു വ്യാപാര സംസ്കാരവും അതിനുവേണ്ട തുറമുഖവും അഴിമുഖവും ഉണ്ടായിരുന്ന ഇന്നത്തെ പെരുമാതുറയെ വീണ്ടും പഴയ പെരുവായ് തുറയാക്കി മാറ്റുവാനാണ് നാം ശ്രമിക്കേണ്ടത്. പെരുവായുടെ പഴയ പെരുമ പെരുത്തു തന്നെ തുടരട്ടെ. ഇതാണ് ആ ലേഖനം. ഞാൻ അങ്ങനെ വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് കൃത്യമായി ഗവൺമെൻറ് നടപ്പിലാക്കിയതിന് ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇത്തരം വിവരങ്ങൾ നമ്മൾ കിട്ടിയ വിവരങ്ങൾ സമൂഹത്തോട് പറയുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്ത ലേഖനത്തിൻ്റെയും ഇന്ന് ഗ്ലോബൽ മലയാളി ന്യൂസ് എന്നറിയപ്പെടുന്ന ഗ്രീൻ ഗ്ലോബൽ ചാനലിൽ ചെയ്ത വീഡിയോയുടെയൊക്കെ കൂടി ഫലം കൂടിയാണ് ഇതെന്ന് ഞങ്ങൾ ഒന്ന് വിശ്വസിച്ചോട്ടെ.